യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമുക്ക് തന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് സാക്ഷ്യം പങ്കുവെക്കുന്നത് പാറശാലയിൽ നിന്നും നിഷി സിസ്റ്ററാണ്. ഈ സിസ്റ്റർ പറയുന്നത് തനിക്ക് 2015 ആദ്യത്തെ കുഞ്ഞുണ്ടായത്. എന്നാൽ അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അടുത്ത ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 21 താൻ ക്യാരി ചെയ്തു, എങ്കിലും 4 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായിപ്പോയി. IUI ചെയ്തു, IVF ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇവർ വളരെ പ്രയാസത്തോടെ ആയിരുന്നു. എന്നാൽ തൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തൻ്റെ ചർച്ചിലെ പാസ്റ്റർ ഒരു ആലോചന പറഞ്ഞു. അതേപോലെ ചർച്ചിൽ കടന്നു വന്ന സമയത്ത് ജോൺ ബ്രദർ ആലോചന പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സിസ്റ്റർ പറയുന്നത് നവംബർ മാസത്തിലെന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ആ മാസം തന്നെ സിസ്റ്റർ ക്യാരിയായി. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം ബ്ലീഡിംഗ് ഉണ്ടായി. പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് അവരുടെ ലൈഫിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. 2021 ഞങ്ങൾക്കൊരു കുഞ്ഞ് നഷ്ടമായി. 4 മാസമായപ്പോഴത്തേക്കും IUI വരെ എടുത്തു നോക്കി, ഒരു ഫലം ഉണ്ടായിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇനി IVF-ലോട്ട് പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ജോൺ ബ്രദർ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞായിരുന്നു, ഇടത് സൈഡും വലത് സൈഡും ദൈവദൂതന്മാർ നിൽക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവം ഈ നാളിൽ കുഞ്ഞിനെ കൊടുക്കാം. സിസ്റ്ററിന്റെ കയ്യിൽ അടുത്ത വർഷം ഒരു കുഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നേ, അതിന്റെ ആവശ്യമില്ല. 10 വർഷത്തിന് ശേഷം ദൈവം തന്നൊരു നന്മയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. പലരും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഓൺലൈനിലുള്ളവരോട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പാറശാലയിൽ അനുഗ്രഹിക്കപ്പെട്ട ലീഡറും ഫാമിലി അതിനകത്തായിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ നടുവിലായിരിക്കുന്നത്. നിഷ സിസ്റ്റർ, ഇത് ഡേവിഡ് ബേർ, അവരുടെ 2 മക്കളാണ്. തുടർന്ന് നമുക്ക് ആ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അവരുടെ വായികളിൽ നിന്ന് തന്നെ കേൾക്കാം. പറഞ്ഞ സിസ്റ്ററെ, ഞങ്ങൾക്കൊരു 10 വർഷത്തിന് ശേഷം ദൈവം തന്നൊരു നന്മയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. 2015 ഞങ്ങൾക്ക് ആദ്യത്തെ മോളെ ഞങ്ങൾ ഡെലിവറി ആകുന്നത്. അത് കഴിഞ്ഞിട്ട് 10 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെന്റ് ഞങ്ങൾ എടുത്തു നോക്കി, അതിലൊന്നും ഫലം ഉണ്ടായിട്ടില്ല. ഒന്നിലും ഫലം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ IUI വരെ എടുത്തു നോക്കി, ഒരു ഫലം ഉണ്ടായിട്ടില്ലായിരുന്നു. 2021 ഞങ്ങൾക്കൊരു കുഞ്ഞ് നഷ്ടമായി. 4 മാസമായപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് നഷ്ടമായി. അതിനുശേഷം ഒത്തിരി ട്രീറ്റ്മെന്റ് ഞാൻ നോക്കിയായിരുന്നു, ഒരു ചേഞ്ചും ഇല്ല. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇനി IVF-ലോട്ട് പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ സെല്ലിനായിട്ട് വരുന്നത്. 2024 ജൂലൈ 27 എൻ്റെ ഭാര്യക്ക് അവളുടെ ജന്മദിനത്തെ ആഘോഷിക്കുന്നത് ഒരു ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്നത് ഇഷ്ടമില്ലാണ്, ഒട്ടും ഇഷ്ടമല്ലാണ്. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവ് ഇന്ന് വിഷ്ണു ബ്രദർ വെച്ച് ഒരു ടീം സെൽ മീറ്റിംഗ് ആയിട്ട് വെച്ച്, അപ്പോൾ ബ്രദർ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ സെൽ മീറ്റിംഗ് തീർന്നപ്പോൾ ബ്രദർ തന്നെ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ വർഷത്തിൽ തന്നെ അവസാനം മുടി തീരുന്നതിന് മുന്നേ
കുഞ്ഞ് കിട്ടണം പ്രാർത്ഥിച്ചതാണ്. ആമേൻ. അപ്പോൾ ഒരു മാസം ആയി, പക്ഷേ ആ മാസം ആയിട്ടില്ല. അപ്പോൾ ഇവ പറഞ്ഞ് എന്തിനു ബ്രദർ പ്രാർത്ഥിച്ചല്ലേ, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പരസ്പരം പോസിറ്റീവായിട്ട് ഫെയ്ത്ത് പറഞ്ഞപ്പോൾ ഇല്ല മക്കളെ, ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരു ദൈവദാസനാണ്, അപ്പോൾ ഉറപ്പായിട്ട് അത് നടക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്ന ദിവസം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു, ഞാൻ ആ ബർത്ത്ഡേ എനിക്ക് ഒട്ടും ഞാൻ താല്പര്യപ്പെടാത്ത ദിവസമായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയില്ല, ചേട്ടൻ പറഞ്ഞു വിഷ്ണു ബ്രദറിനെ വിളിക്കണം, സെല്ല് നടത്തണം, എല്ലാ ലീഡേഴ്സിനെയും വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ വീട്ടിൽ മീറ്റിംഗ് നടത്തുമ്പോൾ ബ്രദർ പെട്ടെന്നാണ് പറഞ്ഞത്, സിസ്റ്ററിൻ്റെ കയ്യിൽ അടുത്ത വർഷം ഒരു കുഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെ നവംബർ 10-ാം തീയതി ജോൺ ബ്രദർ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞായിരുന്നു, ഇടത് സൈഡും വലത് സൈഡും ദൈവദൂതന്മാർ നിൽക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവം ഈ നാളിൽ കുഞ്ഞിനെ കൊടുക്കാം. അന്ന് ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. പക്ഷെ നവംബർ 11-ാം തീയതി 12-ാം തീയതി ജോൺ ബ്രദറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുവാണ്. 11-ാം തീയതി ആയപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ എത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ വിശ്വാസത്തോടെ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആവും. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 3-ാം തീയതി ആയപ്പോഴത്തേക്കും കുഞ്ഞിന് 6 മാസം. ബ്രദറിൻ്റെ ലീഡേഴ്സ് മീറ്റിംഗ് നടക്കുക ട്രിവാൻഡ്രത്ത്. ചേട്ടൻ ട്രിവാൻഡ്രത്ത് മീറ്റിങ്ങിന് പോയി, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ബ്ലീഡിങ് ആവുന്നത്, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബ്രദറിനെ വിളിച്ചു. ബ്രദർ പറഞ്ഞു, ഒന്നും ഭാരപ്പെടണ്ട, കുഞ്ഞിനെ തന്ന ദൈവമാണ്, അതിനെ കരുതിക്കൊള്ളൂ. അത് കഴിഞ്ഞ് ജോൺ ബ്രദറിനെ കിട്ടി എനിക്ക്. ജോൺ ബ്രദർ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ കുഞ്ഞ് തന്നത് ദൈവമാണ്, അതിന് ദൈവം നിന്റെ കയ്യിൽ തന്നെ തരും. വിശ്വാസത്തോട് പറ, ദൈവം തന്ന കുഞ്ഞ് അതെന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ കുഞ്ഞിന്റെ വളർച്ച ഓരോന്നും ഞാൻ അറിയാൻ തുടങ്ങി. ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ബെഡിൽ കിടന്ന ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട മോളെ ജൂൺ 10-ാം തീയതി ദൈവം എനിക്ക് ദാനമായി തന്നെ. സഹോദരങ്ങളെ, സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കൊടുത്തു. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞിട്ട്. സഹോദരങ്ങളെ, നിങ്ങൾ അറിയേണ്ടത്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കു മാറാത്തവനാണ്, അവൻ പറഞ്ഞാൽ അത് നിവർത്തിക്കും. അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ടാണ് ഈ കുടുംബം നമ്മുടെ നടുവിലായിരിക്കുന്നത്. 10 വർഷത്തിൽ, അതായത് 2015-ലാണ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റുകൾ പലതും നടത്തി, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതിന് നടുവിൽ 2021 ഒരു ഡെലിവറി, ഒരു പ്രഗ്നൻ്റ്, ഒരു ചെറിയ ഇഷ്യൂസ് ആയിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷേ എൻ്റെ ദൈവം പറഞ്ഞാൽ അത് ഉറപ്പാണ്, വിശ്വസ്തനാണ്. തൻ്റെ അടുത്ത ബർത്ത്ഡേ ദിനത്തിൽ തനിക്കൊരു കുഞ്ഞിനെ എൻ്റെ കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ എൻ്റെ കർത്താവ് കൊടുത്തു. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, അവൻ വാക്കുമാറാത്തവനാണ്. ഹല്ലേലൂയ. സിസ്റ്റർ എന്തോ ഈ ജനത്തിനോട് പറയണം. ഓൺലൈനിലും അനേക കുടുംബങ്ങൾ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണാം. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാണ്. ആമേൻ. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിരാശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇവർക്ക് ചെയ്ത അത്ഭുതം കർത്താവ് നിങ്ങൾക്കും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഉദരത്തിലോട്ട് കൈകൾ വെച്ചാട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതത്തെ നമുക്ക് കാണുവാനായി കഴിയും. വിശ്വാസമാണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. ഈ സിസ്റ്റർ പറഞ്ഞത്, നവംബറിൽ ബ്രദർ ദൂത് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ദൂത് പറഞ്ഞു. സിസ്റ്റർ അത് ഏറ്റെടുത്തു, വിശ്വസിച്ചു. തൻ്റെ ലൈഫിൽ ആ മാസം തന്നെ അത്ഭുതത്തെ കണ്ടു. എന്നാൽ അതോടൊപ്പം തന്നെ കുറ്റിപ്പുറത്ത് നിന്നും ജ്യോതി എന്നു പേരുള്ള സിസ്റ്ററും ഒരു സാക്ഷ്യം പങ്കുവെക്കുകയാണ്. 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഹോർമോൺ പ്രയാസവും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് ഫലമുണ്ടായില്ല. എന്നാൽ ഇവരും അതേപോലെ മീറ്റിങ്ങിൽ കടന്നു വന്നു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. 4 വർഷം ശേഷമാണ് വിശേഷം ഉണ്ടായത്. എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്, നിൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ കാണുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. അത് പറഞ്ഞ് 2ാമത്തെ മാസം തന്നെ വിശേഷം ഉണ്ടായി. ജീവിതത്തിൽ ആദ്യത്തെ സന്തോഷമാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, കുട്ടികളില്ലാത്ത കൊണ്ട് കുറേ ആൾക്കാർ ഓരോന്ന് പറയലും. ഏട്ടനൊക്കെ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹമാണ്. കുറേ ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കർത്താവ്
എനിക്കൊരു കുട്ടീനെ തന്നു. ആമേൻ. നമ്മളൊരു സാക്ഷ്യത്തിലേക്ക് പോകുന്നത് ജ്യോതി എന്ന് പറഞ്ഞ സഹോദരിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്നാണ് വരുന്നത്. ജ്യോതിസിന് പറയാനുള്ളത് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കർത്താവ് കൊടുത്ത ഒരു വിടുതൽ പറയുവാനാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ജ്യോതിസിനെ പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് വരുന്നത്? തിരൂരിൽ നിന്നാണ്. തിരൂരിൽ നിന്നാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7ാം വർഷമാണ്. 7ാം വർഷമാണ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായത്? 4 വർഷം ശേഷമാണ് വിശേഷം ഉണ്ടായത്. ജോൺ ബദറിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ടാണ് ജോൺ ബദർ പറഞ്ഞത്, നിൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ ഞാൻ കാണുന്നുണ്ട്. അത് പറഞ്ഞ് 2ാമത്തെ മാസം തന്നെ വിശേഷം ഉണ്ടായി. ഓക്കെ. ഈ 4 വർഷത്തിനിടയിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? മെൻസസ് ആവൂലേന്ന്, ഹോർമോണിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഹോർമോൺ പ്രയാസം ഉണ്ടായിരുന്നു. കുറേ ഡോക്ടേഴ്സ് കാണിച്ചു, കുറേ ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കർത്താവ് എനിക്കൊരു കുട്ടീനെ തന്നു. ആമേൻ. എന്നാണ് ജോൺ ബാറിന്റെ മീറ്റിംഗിൽ ആദ്യമായിട്ട് വന്നതെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? 2020 വന്നിരുന്നു. പിന്നെ 2022 വന്നപ്പോഴാണ് അറിഞ്ഞത്. അന്ന് വന്നപ്പോൾ ജോൺ ബാർ എന്താ ആ മാസം തന്നെ ഉണ്ടായി. അന്ന് ജോൺ ബാർ എന്താ സിസ്റ്ററിനോട് ദൂത് പറഞ്ഞത്? എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്, നിന്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ കാണുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. പക്ഷെ പറയാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. ഓക്കെ. ഈ കാലയളവിലൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകി. അമ്മ ഇപ്പോൾ 2ാമതും കാര്യമായിരിക്കുന്നു എന്ന് പറയുന്നു. 6 മാസമായി. 6 മാസമായിട്ട്. അമ്മ ഈ കർത്താവാണോ അത് ചെയ്തതെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. അന്ന് ദൂത് കേട്ടു, ആ മാസം തന്നെ കാര്യമായെന്നാണോ പറയുന്നത്? ആ മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആയി. ഈ അത്ഭുതങ്ങൾ കർത്താവ് സിസ്റ്ററിന് വേണ്ടി ചെയ്തത് കൊണ്ട് കർത്താവിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? കർത്താവിനെ കുറിച്ച് എനിക്ക് കുറേ എന്താ പറയാ, അത്രയ്ക്ക് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യത്തെ സന്തോഷമാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്. അമ്മ, കുഞ്ഞുങ്ങളില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഈ ഹോളിനകത്തുണ്ട്. ഞങ്ങളെ വിവിധ മീഡിയയിലൂടെ കാണുന്നു. ഈ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം വളരെ മനോഹരമാണ്. 4 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട്. എന്നാൽ 2022 ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിൽ വരുന്നു. അന്ന് ജോൺ ബോർ സിസ്റ്ററോട് ദൂത് പറയുന്നു. ആ മാസം തന്നെ ക്യാരിയായി. അമ്മ, അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞ് കയ്യിലുണ്ട്, ഒരു കുഞ്ഞ് ഉദരത്തിലുമുണ്ട്. ഈ കർത്താവ് വലിയവനാണെന്ന് പറഞ്ഞുകൂടെ നമുക്ക്? അമ്മ, ഈ കാലയളവിലൊക്കെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഞങ്ങളെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടായത്. ഞങ്ങളെ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. കുട്ടികളില്ലാത്ത കൊണ്ട് കുറേ ആൾക്കാർ ഓരോന്ന് പറയലും ഞങ്ങൾക്ക് 2 ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ വന്ന് ബദർ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് അനുഗ്രഹം തന്നു എനിക്ക്. വലിയ സന്തോഷമായോ വീടിനകത്ത്? നല്ല സന്തോഷമായി. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രാപിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന ആ ദൈവിക അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഏട്ടനൊക്കെ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, നല്ല സ്നേഹമാണ്. പ്രശ്നങ്ങളെല്ലാം മാറി സ്നേഹം ഉണ്ടായി. നമ്മെ ഒന്ന് കൈകളെ അടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിങ്ങളെ കൈയൊഴിഞ്ഞ് കാണും. ഒരുപക്ഷെ മാനുഷികമായി ഒരു വഴികളും ഇനി കാണാനില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ജ്യോതിസ് പറയുന്ന സാക്ഷ്യം നമ്മളെല്ലാവരെയും ആശ്ചര്യപ്പെടുന്നതാണ്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ 2022 ആദ്യമായി മീറ്റിങ്ങിൽ കടന്നു വരികയും ജോൺ ബോർ ഈ സഹോദരിയോട് ദൂത് പറയുകയും ആ മാസം തന്നെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുഞ്ഞല്ല, 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തിരിക്കുന്നു. എത്ര പേർക്ക് ശബ്ദമുയർത്തി എന്ന് പറയാൻ പറ്റും? യേശു ജീവിക്കുന്നുവെന്ന്. വായ്കൾ തുറന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ജീവിക്കുന്നു. ഉറക്കെ പറ, യേശു ജീവിക്കുന്നു. അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഇരവിപുരത്ത് നിന്നും ഋതുലയാണ്. ഇത് തൻ്റെ ലൈഫിലുണ്ടായ വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറയുന്നത്. പെട്ടെന്ന് തനിക്കൊരു ദിവസം വയറുവേദനയെ തുടർന്ന് പോയി സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഗോൾ ബ്ലാഡറിൽ ഒത്തിരി സ്റ്റോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ തൻ്റെ ഓവറിൽ സിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഡോക്ടേഴ്സ് പറഞ്ഞത് ഗോൾ ബ്ലാഡർ ഒത്തിരി ഇൻഫെക്റ്റഡായി, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സീരിയസ് എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് സിസ്റ്റർ പറയുന്നത് തൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന ആളായിരുന്നു. താനും മീറ്റിങ്ങിൽ കടന്നു വന്നു. പിറ്റേ ദിവസം
സ്കാൻ ചെയ്യുമ്പോൾ തൻ്റെ ഉദരത്തിൽ അങ്ങനെ ഒരു പ്രയാസമില്ല എന്ന് പറയുന്ന വിധത്തിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതത്തെ താൻ കണ്ടുവെന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വയറുവേദന വരികയും സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു. സ്കാനിങ് ചെയ്തപ്പോഴാണ് ഈ ഗോൾ ബ്ലാഡറിൻ്റെ അകത്ത് സ്റ്റോണും ഇതുപോലെ സിസ്റ്റും ഉണ്ടെന്ന് അറിയുന്നത്. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗോൾ ബ്ലാഡർ ഫുള്ളായിട്ട് എടുത്ത് കളയണം, ഈ ഒരു ഓർഗൻ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം, അത്രയ്ക്കും ഇൻഫെക്റ്റഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ഞാൻ പേടിക്കുകയും പെട്ടെന്ന് തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മമ്മിയും കൊണ്ട് ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. മമ്മി റെഗുലറായിട്ട് വരും. അപ്പോൾ വീട്ടിൽ വന്ന് ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം എന്നോട് പറയുമായിരുന്നു. രണ്ടാമത്തെ മകളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഇങ്ങനെ വലിഞ്ഞ് ഒരു സാധനം എൻ്റെ ഉള്ളിലോട്ട് കയറുന്ന പോലെ ഞാൻ ബാക്കോട്ട് പോവുകയും ചെയ്ത്. ഞാൻ അത്ര യോഗ്യതയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതുപോലെ അങ്ങ് പ്രയർ ചെയ്യുന്ന ആളും അങ്ങനെയൊന്നുമല്ല. എന്നിരുന്നാലും ദൈവം എന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങളെയും സൗഖ്യമാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി കേൾക്കാൻ പോവുകയാണ്. സിസ്റ്റർ ഈ ചർച്ചിലേക്ക് വന്ന സമയത്ത് കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിസ്റ്ററെ പറഞ്ഞാട്ടെ. എൻ്റെ പേര് റെദുല. ഞാൻ വരുന്നത് ഇരവിപുരം. എനിക്കൊരു മോളുണ്ട് 6 വയസ്സ്. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു. എൻ്റെ മമ്മി റെഗുലറായിട്ട് പള്ളിയിൽ വരുന്ന ഒരാളാണ്. എന്ത് പ്രയാസമോ സിസ്റ്ററിന് ചർച്ച വരുമ്പോൾ ഉണ്ടായിരുന്നത്? എനിക്കുണ്ടായത് ഗോൾ ബ്ലാഡർ, അതായത് പിത്താശയത്തിൻ്റെ ഉള്ളിൽ സ്റ്റോൺ ആയിരുന്നു. അത് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ട്, കുറേ സ്റ്റോൺസ്. അതിലൊന്ന് വളരെ വലുതായിരുന്നു. അതായിരുന്നു എൻ്റെ അസുഖം. അതേപോലെ ഓവറിൽ സിസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് പിത്താശയത്തിൽ കല്ലുകൾ വലുതും ചെറുതുമായിട്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓവറിയിൽ സിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഈ പ്രയാസങ്ങളുമായിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ പോയോ? ഈ പ്രയാസമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഓക്കെ. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വയറുവേദന വരികയും സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. പോയപ്പോൾ ഡോക്ടർ ഗൈനക്കോളജിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റ് എനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു. സ്കാനിങ് ചെയ്തപ്പോഴാണ് ഈ ഗോൾ ബ്ലാഡറിൻ്റെ അകത്ത് സ്റ്റോണും ഇതുപോലെ സിസ്റ്റും ഉണ്ടെന്ന് അറിയുന്നത്. അതിന് ശേഷം ഈ ഗൈനക്കോളജിസ്റ്റ് ാണ് പോയത്. ഒരു സ്പെഷ്യലിസ്റ്റിനെ എനിക്ക് എഴുതി തന്നു. നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ മമ്മിയായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. നെക്സ്റ്റ് വീക്കല്ല, 2 days ആഫ്റ്റർ ഞാൻ മമ്മിയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗോൾ ബ്ലാഡർ ഫുള്ളായിട്ട് എടുത്ത് കളയണം, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു ഓർഗൻ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം, അത്രയ്ക്കും ഇൻഫെക്റ്റഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ചെയ്യണം, കീ ഹോൾ സർജറി ചെയ്യാം, 90,000 rupees മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഞാൻ പേടിക്കുകയും പെട്ടെന്ന് തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മമ്മിയും കൊണ്ട് ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ചർച്ചിലേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ചർച്ചിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, മമ്മി റെഗുലറായിട്ട് വരും. അപ്പോൾ വീട്ടിൽ വന്ന് ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം എന്നോട് പറയുമായിരുന്നു. അപ്പോഴും എനിക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എനിക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മമ്മി യൂട്യൂബിൽ ഇങ്ങനെ ഇന്ന് എനിക്കൊരു ഇതുണ്ടായി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. കാണിച്ചപ്പോൾ സോളി സിസ്റ്റർ ആയിരുന്നു, ജോൺ ബ്രദർ പാസ്റ്ററിൻ്റെ വൈഫായിരുന്നു. സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക്, ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ്, രണ്ടാമത്തെ മകളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു ജീവിതമാണ് ആ കുഞ്ഞിന് കിട്ടാൻ പോകുന്നത്, സന്തോഷമായിരിക്കാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറയുകയാണ് ഞാൻ അടുത്ത ആഴ്ച വരാം, അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിൽ എങ്ങനെയെങ്കിലും ഞാൻ വരാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് മമ്മി പറഞ്ഞത് ഫ്രൈഡേ ഒരു സർവീസ് നടക്കുന്നുണ്ട്, അപ്പോൾ ഫ്രൈഡേ സർവീസിൽ വന്ന് നീ ഒന്ന് പ്രാർത്ഥിക്ക്, അതിനുശേഷം ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ഫ്രൈഡേ സർവീസിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ബ്രദർ പ്രാർത്ഥിക്കാനുള്ളവർ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഞാൻ ഗോൾ ബ്ലാഡറിൻ്റെ കാര്യം പറഞ്ഞു. ഗോൾ ബ്ലാഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഉണ്ടായത് സിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഗോൾ ബ്ലാഡറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഇങ്ങനെ വലിഞ്ഞ് ഒരു സാധനം എൻ്റെ ഉള്ളിലോട്ട് കയറുന്ന പോലെ ഞാൻ ബാക്കോട്ട് പോവുകയും ചെയ്ത് എന്തൊരു പവർ എൻ്റെ മുകളിലോട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഒന്നും ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി തരുന്നില്ല. നെക്സ്റ്റ് സൺഡേ, അതായത് ജൂൺ 1 തോന്നുന്നു, സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ തലേന്ന് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ തലേന്ന് ഞാനിതുപോലെ വന്നപ്പോഴാണ് പെട്ടെന്ന് ജോൺ പാസ്റ്റർ, ഞാൻ ആ റോലായിരുന്നത്, പെട്ടെന്ന് എന്നെ മുന്നോട്ട് വിളിക്കുകയാണ്. റെഡ് ഷോളിട്ട സിസ്റ്റർ ഫ്രണ്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിക്കുകയും
എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സിസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ അലർജിയുടെ ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം ഇന്നത്തോടെ സൗഖ്യമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ എന്തോ ഒരു വൈബ്രേഷൻ പോലെ എൻ്റെ ദേഹത്തോട്ട് കയറുകയും അതുപോലെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി സ്കാനിങ്ങിന് പറഞ്ഞു. ഉടനെ തന്നെ ഡോക്ടർ സ്കാനിങ് എഴുതി തരികയാണ്. അതുവരെ എഴുതി തന്നില്ല, അന്ന് പറഞ്ഞപ്പോൾ എഴുതി തന്നു. സ്കാനിങ് ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡറും അതുപോലെ സിസ്റ്റും എനിക്ക് സൗഖ്യമായി എന്നാണ്. കരങ്ങളടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിനുശേഷം ഡോക്ടറുടെ അടുക്കൽ ചെന്നു, സ്കാൻ ചെയ്തു, പരിപൂർണമായ സൗഖ്യമായെന്ന് ഡോക്ടർ പറഞ്ഞു. സൗഖ്യം കിട്ടി. ഇത് കാണുന്ന വ്യക്തികളോട് സിസ്റ്ററിന് എന്താ പറയാനുള്ളത്? ഇത് കാണുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്ര യോഗ്യതയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതുപോലെ അങ്ങ് പ്രയർ ചെയ്യുന്ന ആളും അങ്ങനെയൊന്നുമല്ല. എന്നിരുന്നാലും ദൈവം എന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങളെയും സൗഖ്യമാക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. സിസ്റ്ററിൻ്റെ മമ്മിയോട് സോളി സിസ്റ്റർ ദൂത് പറഞ്ഞു. അതിനെ തുടർന്ന് സിസ്റ്റർ വെള്ളിയാഴ്ച വന്നു, അവിടെ വെച്ചൊരു സൗഖ്യം ഉണ്ടായി. ഞായറാഴ്ച വന്നു, രണ്ടാമത്തെ സൗഖ്യം ഉണ്ടായി. ഒരു മീറ്റിംഗ് പോലും നമ്മൾ മിസ് ചെയ്യരുത്. കർത്താവ് നമ്മളെല്ലായിടത്തും സൗഖ്യമാക്കുന്നവന്. ഈ സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. രോഗിയായിരിക്കുന്ന നിങ്ങൾ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉറക്കുകയും നിങ്ങൾ സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠതയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും മരണത്തെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ്, നിരാശ ഉളവാക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ സ്മൂത്തായി പോകുന്ന ലൈഫിൽ അയ്യോ ഇത് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇത് പ്രയാസമാണ്, സീരിയസ് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. പ്രതീക്ഷയില്ലാത്തവരുടെ അടുക്കൽ സുവിശേഷം എത്തുമ്പോൾ, അവർ കർത്താവിനെ അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വെളിച്ചം എത്ര വലുതാണ്, അവർ സൗഖ്യം അനുഭവിക്കുന്നത് എത്ര വലുതാണ്. ഈ കുടുംബങ്ങൾ കർത്താവിനെ അനുഭവിച്ചപ്പോൾ ഇവരുടെ ലൈഫിൽ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ട് മാറ്റമില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് ചിലത് ഇവർക്ക് ചെയ്തപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ സന്തോഷം എത്ര വലുതാണ്. ചിലർ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ചിലർ ഒറ്റപ്പെടലിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ചിലർ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില നന്മകളെ സ്വന്തമാക്കി. ഇത് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുമായിരിക്കുന്നത് അവൻ്റെ അടുക്കലാണ്. ലോകം പറയുന്നത് ഒരുപക്ഷെ ഇത് നടക്കില്ല എന്നായിരിക്കാം, പക്ഷെ സ്വർഗം പറയുന്നത് ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാട്ടെ, വിശ്വാസത്തോടെ നിങ്ങളുടെ നന്മകളെ പ്രാപിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ദിവസം അത്ഭുതം അനുഭവിക്കും, ഓരോ ദിവസം അത്ഭുതം അനുഭവിക്കും, ദൈവത്തെ അനുഭവിക്കും, അവൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കും, കർത്താവെ സൗഖ്യം അനുഭവിക്കും. അപ്പാ നിൻ്റെ കൃപയ്ക്ക് നന്ദി യേശുവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഒരു വ്യക്തി കമന്ന് കിടന്ന് കരയുന്നത് കാണാം. കർത്താവേ, ആ വ്യക്തിയുടെ മേൽ കൈവച്ചിരിക്കുന്ന കർത്താവിനെ എനിക്ക് കാണാം. ആ വീടിനെ കരുതുന്നത് കാണാം. അവർ തകർന്ന സ്ഥിതിയിൽ നിന്നും അവരെ ദൈവം ഉയർത്തുന്നത് കാണാം. കർത്താവേ, കൃപയപ്പാ, കൃപയപ്പാ, കൃപയപ്പാ. അവർ അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്ക് നന്ദിയപ്പാ, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. നമ്മൾ മൃഗങ്ങളെ പിടിക്കേണ്ടതിന് കുഴികളുണ്ടാക്കി അതിന് മനസ്സിലാകാത്ത വിധത്തിൽ അതിൻ്റെ മുകളിൽ കരിയിലകളൊക്കെ വാരിയിട്ട് അതിന് ട്രാപ്പ് ചെയ്യും. എന്നാൽ അതേപോലെ ഒരു വലിയ കുഴിയിൽ വീണൊരു വ്യക്തി എഴുന്നേൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തി പറയുന്നത് ആർക്കും എന്നെ ഇവിടെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നാണ്. പക്ഷേ രക്ഷിക്കാൻ കഴിയുന്നൊരു കരം നിനക്ക് മുമ്പിൽ നീട്ടിയിരിക്കുക. ആ കരത്തെ പിടിച്ചാട്ടെ, നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായി കഴിയും. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം ചലിക്കട്ടെ അപ്പാ, വലിയ മഹത്വം ചലിക്കട്ടെ. ഓരോ വ്യക്തികളും താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതം അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.